VC നിയമനത്തിനായുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നതിനായി ചേർന്ന കേരള സർവകലാശാല സെനറ്റ് യോഗം അലങ്കോലമായി. മന്ത്രി ആർ ബിന്ദു യോഗത്തിൽ പങ്കെടുക്കുകയും അധ്യക്ഷസ്ഥാനം സ്വയം ഏറ്റെടുക്കുകയും ചെയ്തതിനെതിരെ VC രംഗത്ത് വന്നു. സെർച്ച് കമ്മിറ്റിയിലേക്ക് താൻ പേര് നൽകുമെന്നും VC വ്യക്തമാക്കി. VC നിയമനത്തിനായുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നതിനായി ചേർന്ന നിർണായക യോഗമാണ് പ്രതിനിധിയെ നൽകാതെ പിരിഞ്ഞത്. അസാധാരണമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു. VC നിയമനത്തിന്റെ സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധി അയക്കേണ്ടെന്ന് ഇടതംഗം പ്രമേയം അവതരിപ്പിച്ചതിന് പിന്നാലെ ഇത് പാസ്സായെന്ന് മന്ത്രി അറിയിച്ചു. പിന്നാലെ യോഗം പിരിഞ്ഞതായും മന്ത്രി പറഞ്ഞതോടെ മന്ത്രിയും VCയും തമ്മിൽ വാക്കുതർക്കം. എന്നാൽ പ്രമേയം പാസ്സായില്ലെന്നും താനാണ് യോഗം വിളിച്ചതെന്നും വ്യക്തമാക്കിയ VC സെർച്ച് കമ്മിറ്റിയിലേക്ക് താൻ പേര് നൽകുമെന്നും വ്യക്തമാക്കി. എന്നാൽ ചാൻസലറുടെ അഭാവത്തിലാണ് പ്രോ ചാൻസലറായ താൻ അധ്യക്ഷയായതെന്നും മന്ത്രി വിശദീകരിച്ചു. ചില പ്രത്യേക യോഗങ്ങൾ സെനറ്റിന് ചേരാറുണ്ട്. ഇത് അതുപോലുള്ള ഒരു സ്പെഷ്യൽ മീറ്റിംഗ് ആണ്. വൈസ് ചാൻസലറെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെടുന്ന സമിതിയിലേക്കുള്ള സെനറ്റിൻ്റെ പ്രതിനിധിയെ നോമിനേറ്റ് ചെയ്യുന്നതിനാണ് യോഗം വിളിച്ചിരുന്നത്. ബഹുമാനപ്പെട്ട ചാൻസലറുടെ അഭാവത്തിൽ പ്രോ ചാൻസലർ എന്നുള്ള നിലയ്ക്ക് അതിൽ അധ്യക്ഷത വഹിക്കുകയാണ് ചെയ്തത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ ഗവർണറുടെ നോമിനികളും രംഗത്ത് വന്നു. മന്ത്രി യോഗം അലങ്കോലപ്പെടുത്താൻ കൂട്ടുനിന്നുവെന്ന് ഇവർ ആരോപിച്ചു. മന്ത്രി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് മന്ത്രി അവിടെ ആക്ട് ചെയ്തിട്ടുള്ളത്. VC ആണ് പ്രത്യേക അജണ്ട വെച്ചാണ് ഇന്നത്തെ യോഗം വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ആ അജണ്ടയ്ക്ക് വിരുദ്ധമായിട്ട് യോഗം അലങ്കോലപ്പെടുത്താൻ വന്നവരോടൊപ്പം നിന്നുകൊണ്ട് പലതവണ യോഗം പിരിച്ചുവിടാനും യോഗത്തിന്റെ അജണ്ടയിലേക്ക് കടക്കാതിരിക്കാനുള്ള ശ്രമം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഭാഗത്തുണ്ടായി. UDF അംഗങ്ങൾക്ക് സംസാരിക്കാൻ അവസരം ലഭിച്ചില്ലെന്ന് M. വിൻസെന്റ് MLA വിമർശിച്ചു. ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നടത്തിയിട്ടുള്ളത് നിയമവിരുദ്ധമായ കാര്യമാണ്. ഇടതുപക്ഷ സെനറ്റ് അംഗങ്ങളും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും തമ്മിൽ നടത്തിയിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത് നടന്നിട്ടുള്ളത്. പ്രതിപക്ഷാംഗങ്ങൾ സെനറ്റ് പ്രതിനിധി MC ദിലീപ് കുമാറിന്റെ പേര് സെർച്ച് കമ്മിറ്റിയിലേക്ക് നിർദ്ദേശിച്ചു. MKC നായരുടെ പേരാണ് ഗവർണറുടെ നോമിനികൾ നിർദ്ദേശിച്ചത്. ഇതോടെ അന്തിമ തീരുമാനമാകാതെയാണ് നിർണായക യോഗം പിരിഞ്ഞത്. ജനം, തിരുവനന്തപുരം.